ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് റംസാനിലെ 19ാമത്തെ ദിവസത്തെ വ്ളോഗ് അയച്ചാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇന്ന് നമ്മൾക്ക് മാമാൻ്റെ വീട്ടിലാണ് നോമ്പുതുറ ഉള്ളത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ പോകാൻ നിൽക്കുകയാണ്. കൂടെ നമ്മൾ ഈദ് ഷോപ്പിങ്ങും ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പോൾ നമ്മളൊരു 11:30 മണിക്കായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറുപ്പുളശ്ശേരിയിലേക്കാണ് പോകുന്നത്. ഫസ്റ്റ് നമ്മൾ സാമിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അവിടെ കളക്ഷൻസിൻ്റെ ഒരു മൈൻഡ് സെറ്റിലുള്ള പോലത്തെ ഡ്രസ്സ് കിട്ടുകയാണെങ്കിൽ പിന്നെ വേഗം ഫാൻസി വാങ്ങി വരാമെന്ന് വിചാരിച്ചിട്ടോ. പക്ഷെ അവിടെ എത്തിയപ്പോൾ കണ്ടില്ലേ, തിരക്ക് നിങ്ങൾക്ക് കാണാൻ കഴിയും. കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ എൻ്റെ മൈൻഡിലുള്ള ഒരു ഡ്രസ്സ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു മോഡലിൽ ഞാൻ കണ്ടില്ല കേട്ടോ. അപ്പോൾ മിറർ കണ്ട പിന്നെ ഒരു വീഡിയോ എടുക്കൽ നിർബന്ധമാണ്. അങ്ങനെ ഓരോ ഡ്രസ്സസ് ഞാൻ നോക്കി. അപ്പോൾ മഞ്ഞ കണ്ട എവിടേക്കോ ഒരു അട്രാക്ഷൻ കയറുന്ന മാതിരിയാണ്. നല്ല മസ്റ്റാർഡ് കളറിലുള്ളൊരു മഞ്ഞയായിരുന്നു. അപ്പോൾ ജസ്റ്റ് എടുത്ത് നോക്കി അവിടെ വെച്ചു. ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സൊന്നും നല്ല മൈൻഡിൽ വെച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ ഞാൻ അവർക്ക് അതിൻ്റെ ഒരു മോഡൽ കാണിച്ചു കൊടുത്തു. അപ്പോൾ അങ്ങനത്തെ അവിടെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പോൾ വേറെയും കുറച്ച് നോക്കിയൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ വിചാരിച്ച പോലത്തെ ഒന്നും കിട്ടാതെ അപ്പോൾ ഞാൻ ഐറോസിന് ഡ്രസ്സ് എടുക്കാനായിട്ട് സെക്കൻഡ് ഫ്ലോറിലേക്ക് വന്നു. അവിടെ ഇതുപോലെ കുന്ന് കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. നമുക്കങ്ങനെ ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ അവിടുന്ന് എടുക്കാതെ നേരെ പിന്നെ ഷീസോൺ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷോപ്പിലേക്ക് വന്നു. ഇവിടെ അടിപൊളി കളക്ഷൻസ് ഉണ്ട്. ചെറിയൊരു കുഞ്ഞു ഷോപ്പാണ്. അപ്പോൾ നമ്മൾ ലേഡീസിന് മാത്രമായിട്ടുള്ള ഐറ്റംസാണ് കേട്ടോ. അങ്ങനെ അവിടുത്തെ ഡ്രസ്സ് സെലക്ട് ചെയ്തതിന് ശേഷം പിന്നെ ഐറോസിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാമാട്ടി എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു ഷോപ്പിൽ കയറി. അവിടെ ഇതുപോലെ ഒരുപാട് നേരം നിന്ന് ഞാൻ അവസാനം ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഫ്രോക്കായിരുന്നു കേട്ടോ. ഞാനത് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ മറന്നുപോയി. കാരണം കുറേ ഒന്ന് ഇഷ്ടപ്പെടുമ്പോൾ പിന്നെ അടുത്ത കാണുമ്പോൾ വേറെ ഒന്ന് ഇഷ്ടപ്പെടും. അങ്ങനെ വെച്ച് അങ്ങനെ മാറി മാറി കളിക്കുകയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് മാക്സി എടുക്കാനായിട്ട് ഞാൻ സെക്കൻഡ് ഫ്ലോറിലേക്ക് വന്നു. അങ്ങനെ മാക്സിയൊക്കെ നമ്മൾ സെലക്ട് ചെയ്തു. പിന്നെ അവിടുന്ന് ഡ്രസ്സും വാങ്ങി നേരെ ഇനി മാമാൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇന്ന് മാമാൻ്റെ വീട്ടിലാണ് നോമ്പുതുറ ഉള്ളത്. അപ്പോൾ അങ്ങനെ ഒരു 2:45 ആയിട്ടുണ്ടാകുന്ന തോന്നുന്നു കേട്ടോ. കറക്റ്റ് ടൈം എനിക്ക് ഓർമ്മയില്ല. നമ്മളങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നേരെ മാമാൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ക്ലീനിങ്ങും കുക്കിങ്ങും എല്ലാം നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനങ്ങനെ നിസ്കരിക്കാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. ദിക്കൽ ചൊല്ലിയിരിക്കുന്ന എൻ്റെ അമ്മമാനെ നിങ്ങൾ കണ്ടോളി ഗൈസ്. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഐറൂസിനെ എടുത്തിട്ട് ഞങ്ങൾ അവിടേക്കൊക്കെ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു. തറവാട്ടുകൂടെയൊക്കെ, അതായത് അമ്മമാരുടെ വീടും തറവാടൊക്കെ അടുത്തടുത്താണ് കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങളെ മില്ലാണ്. ഒരു 50 വർഷം പഴക്കമുണ്ട്. പിന്നെ തറവാട്ടിലേക്ക് കാണുമ്പോൾ തന്നെ എനിക്ക് എപ്പോഴും എൻ്റെ കുട്ടിക്കാലം ഓർമ്മ വരും കേട്ടോ. ഭയങ്കര ഒരു മെമ്മറബിൾ ആയിട്ടുള്ള മൊമെൻറ്റ്സാണ് ആ ഒരു തറവാട്ടിൽ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാകുന്നത്. ഇപ്പോഴും ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷം തരുന്ന ഒരു മെമ്മറീസാണ് കേട്ടോ. അപ്പോൾ എന്നെപ്പോലെ തന്നെ ഇതുപോലെ മെമ്മറീസുള്ള ഒരുപാട് പേരുണ്ടാവും അല്ലേ. അങ്ങനെ നമ്മൾ കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം പിന്നെ നേരെ ഞാൻ അമ്മേൻ്റെ വീട്ടിലേക്ക് തന്നെ വന്ന്. അപ്പോൾ ഇതാ നമ്മൾ ഫുഡൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് നമ്മൾ ബീഫ് ബിരിയാണി ആയിരുന്നു. അത് പുറത്തുനിന്ന് ഏൽപ്പിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മായി സാലഡും കാര്യങ്ങളൊക്കെ പാത്രത്തിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഫുള്ളി ഷോപ്പിംഗ് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് ഡ്രസ്സ് മാത്രം എടുത്തപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ടയേർഡായിട്ടുണ്ടായിരുന്നു. പിന്നെ നാളെ ബാക്കി ഷോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ബിരിയാണി അല്ലാതെ വേറെ പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുടിക്കാനായിട്ട് ലൈം വാട്ടർ അതുപോലെ തന്നെ പൈനാപ്പിൾ ജ്യൂസും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പുറത്തുനിന്ന് പൊറാട്ട വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് കറിയായിട്ട് നമ്മൾ ചിക്കൻ കറിയാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ സ്നാക്സ് ആയിട്ട് നമ്മൾ പൊക്കവട, പഴംപൊരി, കായ ബജ്ജി, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. സമൂസയും മുട്ട ബജിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇപ്പോൾ അതൊക്കെ ഓരോന്നായിട്ട് അമ്മായി അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബാങ്ക് കൊടുക്കാൻ അത്യാവശ്യം ടൈം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ തരിക്കഞ്ഞി എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ തരിക്കഞ്ഞി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അമ്മായി ഗ്ലാസ്സിലേക്കാക്കി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ മുൻപത്തെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോസ് ചെയ്യാൻ. ഇപ്പോൾ ഇങ്ങനെ വീഡിയോസ് ചെയ്താൽ നമുക്കിങ്ങനെ അറിയിക്കുന്ന വ്യൂസ് കിട്ടാത്തത് കൊണ്ട് ഭയങ്കര ഒരു വിഷമമാണ് കാര്യങ്ങളാണെന്ന്. പിന്നെ ചിലവർ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു തളരരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. ഭയങ്കര സന്തോഷമായിട്ട് അത് കണ്ടപ്പോൾ. പിന്നെയും വീഡിയോ എടുക്കാനുള്ളൊരു മോട്ടിവേഷന് അതൊക്കെ തന്നെയാണ് കിട്ടുന്നത്. പക്ഷേ ഡെയിലി ഇടുന്നില്ല, അതിൻ്റെ ഭാഗത്ത് മിസ്റ്റേക്കാണ്. പക്ഷേ ഞാൻ നോക്കാം ഇൻഷാ അള്ളാ. അപ്പോൾ ഇതാ നമ്മൾ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഫ്രിഡ്ജിൽ തണുക്കാനായിട്ട് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ബാങ്ക് കൊടുക്കാൻ സമയമായപ്പോൾ നമ്മൾ അതൊക്കെ ടേബിളിലേക്ക് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ പൈനാപ്പിൾ, പപ്പായ, പിന്നെ മുന്തിരി, പിന്നെ തണ്ണിമത്തനാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പിന്നെ കോളിഫ്ലവർ പൊരിച്ചതും നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ നമ്മൾ ഓരോ ഗ്ലാസ്സിലും വാട്ടർ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ലൈം വാട്ടറും അതുപോലെ തന്നെ പൈനാപ്പിൾ ജ്യൂസും ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഇത് മാമാൻ്റെ 2 മക്കളാണ് കേട്ടോ, അയാനും അയാഷും. അപ്പോൾ അവർ ജസ്റ്റ് ഞാൻ വീഡിയോ എടുത്തതാണ്. അങ്ങനെ ബാങ്ക് കൊടുത്തു, നമ്മളെല്ലാവരും നോമ്പൊക്കെ തുറന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ നിസ്കരിക്കാനായിട്ട് നിന്നു കേട്ടോ. നിസ്കാരം കഴിഞ്ഞ് പിന്നെ നമ്മളെല്ലാവരും കുറേ സമയം വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് ഒരു 9 മണിക്ക് ശേഷമാണ് ഫുഡൊക്കെ കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ബിരിയാണിയാണ് കഴിക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിച്ചു. ഇനി ഞാൻ പിറ്റേ ദിവസത്തെ വ്ളോഗാണ് കാണിക്കുന്നത്. ഞാൻ കുറച്ച് ചെരുപ്പും ഫാൻസിയും കാര്യങ്ങളും വാങ്ങാനായിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് വന്നിട്ടുള്ളത് ചെരുപ്പുളശ്ശേരിയിലെ പട്ടുറുമാൽ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷോപ്പിലേക്കാണ്. ഇതൊരു ഹോൾസെയിൽ ഷോപ്പാണ് കേട്ടോ. ഇവിടെ ചെരുപ്പും ബാഗും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അത്യാവശ്യം ഒരു ഹോൾസെയിൽ റേറ്റിന് കിട്ടുകയും ചെയ്യും കേട്ടോ. അങ്ങനെ ഞാൻ ഈ ഒരു ചെരുപ്പാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ചെരുപ്പം വാങ്ങിയിട്ട് നേരെ ലാമിയ ഫാൻസി ആൻഡ് ലെതർ പാർക്കിലേക്ക് വന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ മാല നോക്കാനായിട്ട് വന്നു കേട്ടോ. ഇപ്പം ഇങ്ങനെ സിമ്പിളായിട്ടുള്ളതല്ല എല്ലാവരും യൂസ് ആക്കുന്നത്, പക്ഷെ ഇതിന് നല്ല റേറ്റ് ഉണ്ട്. അപ്പോൾ എനിക്കിതുപോലെ ലെയേർഡ് ടൈപ്പിലുള്ളതാണ് ആവശ്യമുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ഈ ഒരു മാലയാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. ഈ വീഡിയോയിൽ കാണുന്നേക്കാളും ഭംഗിയുണ്ട് കേട്ടോ നേരിട്ട് കാണാൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ലിപ് ബാം വാങ്ങാനായിട്ട് നിന്നു. ഞാൻ എപ്പോഴും ഇതാണ് കേട്ടോ വാങ്ങൽ. ഇതിനൊന്ന് 15 രൂപ എന്തോ റേറ്റുള്ളൂ. ഒരുപാട് ബ്രാൻഡ്സിൻ്റെയും ഇവിടെ അവൈലബിൾ ആണ്, പക്ഷേ ഞാൻ അതൊന്നും യൂസ് ആക്കലില്ല. ഇത് മാത്രമാണ് യൂസ് ആക്കൽ. അപ്പോൾ ഇവിടെ ഒരുപാട് സംഭവങ്ങൾ അവൈലബിൾ ആണ് കേട്ടോ. ഫേസ് വാഷ് ആണെങ്കിലും ഒക്കെ ഒരുപാട് ബ്രാൻഡ്സിൻ്റെ അവൈലബിൾ ആണ്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഷെയ്ഡ് ഞാൻ തപ്പി നടക്കുന്നു ലിപ്സ്റ്റിക്കിൻ്റെ, അത് വാങ്ങി. പിന്നെ ഐറോസിന് ഈ ഒരു കുഞ്ഞി ബ്രഷ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഡയപ്പറും വാങ്ങി, ഒരു പാക്കറ്റ്. അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അവളുടെ. അത് കഴിഞ്ഞിട്ട് ഹെയർ ബാൻഡ് ഞാൻ സെലക്ട് ചെയ്തത് ഇതായിരുന്നു കേട്ടോ, അവളുടെ ഡ്രസ്സിന് മാച്ച് ആയിട്ടുള്ളത്. പിന്നെ ഒരുപാട് മൈലാഞ്ചികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ശർക്കര മൈലാഞ്ചി ഇല്ലേ നഖത്തുമ്മ ഇടുന്നത്, അതാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് പൈസ സേവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളിവിടെ ഉണ്ടിയപ്പാനി എന്നാണ് കേട്ടോ പറയുക. അപ്പോൾ ഇത് ക്യൂട്ടായിട്ട് കണ്ടപ്പോൾ എനിക്കത് ഇഷ്ടമായി. അപ്പോൾ അങ്ങനെ പിങ്ക് കളറിലാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഒരു ക്രാബ് വാങ്ങേണ്ട ആവശ്യമുണ്ടായിരുന്നു. അത് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ പൊട്ടും, അതുകൊണ്ട് ഞാൻ അതൊന്ന് സെലക്ട് ചെയ്തു. റിങ്സിൻ്റെ കളക്ഷൻസ് നോക്കി, പിന്നെ എനിക്ക് വേണ്ടാന്ന് തോന്നി. ഞാൻ അങ്ങനെ റിങ്സ് അങ്ങനെ യൂസ് ചെയ്യുന്ന ആളല്ല. പിന്നെ ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി എടുത്തെന്ന് മാത്രം. ഇത് എത്ര അങ്ങോട്ട് ആക്കിയിട്ട് അങ്ങോട്ട് ഫോക്കസ് ആവുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞു, ബില്ല് പേ ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഇതുപോലെ ഇങ്ങനെ ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് കണ്ടപ്പോൾ ജസ്റ്റ് വീഡിയോ എടുത്താണ് കേട്ടോ. ഇതെനിക്ക് നല്ല ഇഷ്ടമായി. നല്ല ഓറഞ്ചിൻ്റെ ഒരു സംഭവമാണ്. പിന്നെ ഇതുപോലെ ക്യൂട്ടായിട്ടുള്ള റബ്ബറുകൾ ഉണ്ടായിരുന്നു കേട്ടോ. പണ്ടാണെങ്കിൽ ഇതൊക്കെ വാങ്ങിയിട്ട് പെറുക്കി പോയിട്ടുണ്ടാവും. ഇപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ, ഇപ്പോൾ എടുത്തിട്ടില്ല. പിന്നെ ഇവിടെ ഒരുപാട് ബാഗ്സിൻ്റെയും ടോയ്സുകളുടെയും ഒക്കെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ പുതിയതായിട്ട് വന്നതാണ്. പിന്നെ ഇങ്ങനത്തെ ഒന്ന് വാങ്ങണമെന്നുണ്ടായിരുന്നു, പിന്നെ ഞാൻ വാങ്ങിയില്ല. അപ്പോൾ പിന്നെ നമ്മൾ ബില്ലൊക്കെ പേ ചെയ്തിട്ട് പിന്നെ നേരെ അവിടെ നിന്ന് ഇറങ്ങാനായിട്ട് കേട്ടോ. ഇപ്പോൾ ഈ ഒരു ബോട്ടിൽ ട്രെൻഡിങ് അല്ലേ. ഞാൻ വെള്ളം അധികം കുടിക്കാത്ത ആളായിരുന്നു, ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് വീഡിയോ എടുത്തു മാത്രം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.